അലമാര തുറന്നതും അവൾ കണ്ടത് വിഹാനും ഗോപികയുടെയും ഫോട്ടോകളായിരുന്നു. ആ ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ട് ഗോപികയെ ദേഷ്യത്തോടെ അവൾ നോക്കി. എന്തിനാ ചേച്ചി ഞങ്ങളുടെ ചതി ചെയ്ത്? ചേച്ചി വീടിൻ്റെ ആധാരം എടുത്ത് ഒളിച്ചോടിയപ്പോൾ വയ്യാത്ത അച്ഛനെ ഓർത്തില്ലേ? ചേച്ചിയുടെ സന്തോഷം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അച്ഛന് ആക്സിഡൻറ്റ് സംഭവിച്ചില്ല പിന്നെ അച്ഛനോടുള്ള ചേച്ചിയുടെ മനോഭാവം ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്നെക്കാളേറെ സ്നേഹിച്ചത് അച്ഛൻ ചേച്ചിയെ തന്നെയാണ്. കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോഴും എന്നെക്കാളും ചേച്ചിക്കല്ലായിരുന്നു എന്ത് വാങ്ങിയിരുന്നത്, ഒന്നുപോലെ നോക്കിയത്. എന്നിട്ടും ആ ചേച്ചി അച്ഛന് വേണ്ടി എന്താ ചെയ്ത്? ചേച്ചി കാരണം ഫ്യാനായിട്ട് എന്നെ തീരെ ഇഷ്ടമല്ല, വെറുപ്പ എന്നൊക്കെയാ പറയുന്നത്. ആദ്യ കണ്ണുനീര് തുടച്ച് ഒരു സാരി എടുത്ത് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് നേരെ അവൾ അടുക്കളയിൽ കയറി. അടുക്കളയിൽ വിദ്യാകുമാരിയും സെർവൻറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചി രാവിലെ തന്നെ കണ്ണീർ പരമ്പര കാണുന്ന തിരക്കിലാണ്. കരണിന് പോവാൻ കണ്ട സമയം. ആ സൂണിന് വല്ലതും പറ്റാതിരുന്ന മതിയായിരുന്നു. ശരൺ അവൻ്റെ ബാഗ് എടുത്തിട്ട് ഹോളിലേക്ക് വന്നു. സോഫയിൽ നെളിഞ്ഞിരിക്കുന്ന അമ്മയെ കണ്ടതും അവന് ദേഷ്യം വന്നു. അമ്മേ, ചായ അടുക്കളയുണ്ടാവും, ചെന്ന് കുടിക്കും. കറണ്ട് വന്ന് ഞാൻ ആ സീരിയൽ മുഴുവൻ കണ്ടോട്ടെ. ഇങ്ങനെ ഒരു അമ്മ. ശരൺ അടുക്കളയിൽ ചെന്ന് അവനുള്ള ചായ എടുത്ത് കുടിച്ചു. മോള് ചായ കുടിച്ചു? ശരൺ ചോദിച്ചതും അവൾ തലയാട്ടി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? കാല് വേദനിക്കുന്നുണ്ടോ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഓക്കെയാണ്. എന്ത് കാര്യം ഉണ്ടായാലും ഏട്ടനോട് പറയാൻ മടിക്കണ്ട. മോളുടെ സ്വന്തം ഏട്ടൻ തന്നെയാണ് ഞാൻ. ഏട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടോ. അവളൊന്ന് മൂളി. മോനെ ശരൺ, എന്തായാലും കഴിച്ചിട്ട് പോവും. വേണ്ട അപ്പച്ചി, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻ്റ് ഉണ്ട്, ഞാൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. വിദ്യാകുമാരി ആദികയുടെ കയ്യിലേക്ക് കോഫി എടുത്ത് കൊടുത്തു. ഇത് വിഹാനാണ്, മോൾ അവന് കോഫി കൊടുത്തിട്ട് വാ. അമ്മേ, എന്നോട് ഏട്ടന് ദേഷ്യമാണ്, ഞാൻ കൊടുത്ത കുടിക്കുമെന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവനങ്ങനെ ആരോടും ദേഷ്യം കാണിക്കുന്ന ഒരാളല്ല. മോളോട് അവൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഗോപികളോടുള്ള ദേഷ്യമാണ് മോളോട് കാണിക്കുന്നത്. മോള് ചെന്ന് അവന് കോഫി കൊടുക്ക്. വിഹാൻ ബാൽക്കണിയിൽ വ്യായാമം ചെയ്യുകയായിരുന്നു. അവൾ മടിച്ചാണ് റൂമിലേക്ക് നടന്നത്. ഗുഡ് മോർണിംഗ് ആദു, ഇതാർക്കെ കോഫി? അത് വിഹാനേട്ടന്. കൊണ്ടുപോയി കൊടുത്തു വാ, ഞാൻ അടുക്കളയിൽ പോയി എൻ്റെ ചായ എടുത്തിട്ട് വരാം. അവളൊന്ന് മൂളിക്കൊണ്ട് വിഹാൻ്റെ റൂമിലേക്ക് നടന്നു. ബാൽക്കണിയിൽ വിഹാനെ കണ്ടതും അവൾ അങ്ങോട്ട് നടന്നു. വിഹാനേട്ട, കോഫി. അവൻ തലയുയർത്തി അവളെ നോക്കി. നിന്നോട് ആരടി എനിക്ക് കോഫിയും കൊണ്ട് വരാൻ പറഞ്ഞ്? ഇറങ്ങി പോടി. എന്തെങ്കിലും പോവത്തന്നെ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അൻസിക പറഞ്ഞ പോലെ ബോൾഡായില്ലെങ്കിൽ ശരിയാവില്ല. ഇനി വിവാനേട്ടനോട് പാവത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ വീടിൻ്റെ ആധാരം അത് ചേച്ചിയുടെ കയ്യിലാണ്, അതെങ്ങനെയെങ്കിലും കയ്യിലാക്കണം. നീ പോയില്ലേ? വിഹാനേട്ടന് അമ്മയെ കോഫി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ താഴെ പോയിട്ട് കുടിച്ചോണ്ട് നീ കൊണ്ടുവന്ന് നീ തന്നെ കുടിച്ചോ. അവൾ തലയാട്ടി. വിഹാൻ ആദിയെ ഒന്ന് നോക്കിയ ശേഷം ബാത്റൂമിലേക്ക് നടന്നു. പാവാണെങ്കിലും കലിപ്പനാണ്. പഴയ ആദിക ഇനി വേണ്ട, പുതിയ ആദികയിലേക്കുള്ള ചുവടുവെപ്പാണ് ഇനിയുള്ള ദിവസം. അൻസിക പഴം കഴിച്ച പയത്തലി വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടു. അത് പക്ഷെ വീണത് നിലത്തായിരുന്നു. മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നടന്നു വന്ന അപ്പച്ചി ആ പയത്തൊലിൽ ചവിട്ടി ഇടുപ്പിടിച്ച് നിലത്തേക്ക് വീണു. അമ്മേ, എൻ്റെ ഇടുപ്പ്! അപ്പച്ചിയുടെ നിലവിളി കേട്ട് അടുക്കൽ നിന്ന് വിദ്യാകുമാരി ഓടി വന്നു. ആദ്യം അപ്പച്ചി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പച്ചി അവളുടെ കൈ ദേഷ്യത്തിൽ കുടഞ്ഞു. എടതി ദേ, ഇവളി പയത്തൊലിട്ട് എന്നെ വീഴ്ത്താൻ നോക്കി. വിഹാൻ ആദ്യയെ കോർപ്പിച്ച് നോക്കി. അപ്പച്ചി കണ്ടോ ഇവൾ പയത്തിൽ വിടുന്നത്? നിനക്കിപ്പോൾ ഇവളോടാണല്ലോ ഇഷ്ടം, എന്താണ് നോക്കുന്നേ? എന്നെ എതിർത്ത് സംസാരിക്കാതെ കൊച്ചായിരുന്നു, ഇപ്പൊ നിന്റെ കൂടി ഇവളും ചീത്തയായി. നല്ലവരെ കണ്ട മനസ്സിലാക്കാൻ എനിക്ക് കഴിയപ്പച്ചി, ഇവിടെ ചിലർക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. അൻസിക്ക് വിവാഹനെ നോക്കി പറഞ്ഞു. അപ്പച്ചി, ഇന്നലെ മുതൽ തുടങ്ങിയതായിരുന്നല്ലോ ആദിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്. ശരിയാ, ഇവളുടെ ചേച്ചി ഒളിച്ചോടിപ്പോയി. അതിന് ആദ്യം എന്ത് ചെയ്തു? ഇവളൊരു പാവമാ, അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരാളെ മനസ്സിലാക്കാൻ കഴിയണം. എല്ലാത്തവർക്ക് ഇവളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒറ്റ ദിവസത്തെ പരിചയം മാത്രമേ എനിക്ക് ആദിനോടുള്ളൂ, അത് ഞാൻ അവളോട് കൂടുതൽ അടുത്തത് കൊണ്ടാണ്. എനിക്ക് ഏട്ടൻ ഗോപികയെ പ്രണയിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവളുടെ സ്വഭാവം എനിക്ക് അന്ന് തീരെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഏട്ടനോട് അത് തുറന്ന് പറയാമായിരുന്നു. പക്ഷേ ഏട്ടൻ മനസ്സിലാക്കണം, അവൾ ഏട്ടനെ വെറും പൊട്ടനാക്കിയായിരുന്നു എന്ന സത്യം. ഗോപിയേക്കളേറെ പരിശുദ്ധമായ മനസ്സാണ് ആദുവിൻ്റെ. അതേട്ടൻ മനസ്സിലാക്കിയ നന്ന്. പിന്നെ എൻ്റെ കയ്യിൽ നിന്നാ പായത്തിൽ വീണത്. ഇവളെ വിഷമിപ്പിക്കുന്ന എന്തിനാ അപ്പച്ചി? ഏട്ടൻ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുക അപ്പച്ചി. ആൻസികാദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. ആദു, നീ റൂമിൽ പറയുന്നത് ഞാൻ കേട്ടു. ഏട്ടൻ എന്നോട് മോശമാണോ പെരുമാറുന്നത്? സത്യം പറ ആദു.
അത് എന്നെ വിഹാനേട്ടന് ഇഷ്ടമല്ല അൻസിക, വെറുപ്പ. അതൊക്കെ മാറും അതു. ഏട്ടൻ നിന്റെ ചേച്ചിയെ അത്രമാത്രം പ്രണയിച്ചിരുന്നു. ഏട്ടൻ ആത്മാർത്ഥമായാണ് നിന്റെ ചേച്ചിയെ പ്രണയിച്ചത്. എന്നാൽ നിന്റെ ചേച്ചി എൻ്റെ ഏട്ടനെ പ്രണയിച്ചിരുന്നില്ല. അതെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ ഏട്ടനോട് പറഞ്ഞില്ല. ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത്രയ്ക്ക് അന്ധമായാണ് നിന്റെ ചേച്ചിയേട്ടൻ വിശ്വസിച്ചത്. അതു നീയാണ് എൻ്റെ ഏട്ടൻ്റെ പാതിയാവേണ്ടവൾ. ഏട്ടൻ നിന്നോടിപ്പോൾ വെറുപ്പ് കാണിക്കും. പക്ഷെ പതിയെ ആ വെറുപ്പ് പ്രണയമായി മാറും. നീ മാറണം അതു. നീ മാറിയേ പറ്റൂ. നിന്റെ കൂടെ ഉണ്ടാവും ഞാൻ മാത്രമല്ല, ശരണേട്ടനും. ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. നീ ഏട്ടനോട് പിണങ്ങി നടക്ക്. എന്തായാലും നിന്നോട് ഏട്ടൻ്റെ ഒരു കാര്യം നോക്കണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്. കഴിക്കാനിരിക്കുമ്പോഴും ആദിക വിഹാൻ്റെ അടുത്തല്ലായിരുന്നു ഇരുന്നത്, അൻസിയുടെ കൂടെയായിരുന്നു. അൻസിക വിഹാനെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. അവൻ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോയി. യൂണിഫോം എടുത്തിട്ട് വിഹാൻ താഴേക്ക് ഇറങ്ങി. ആദിക മൈൻഡ് ചെയ്യാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ ബൈക്കിൽ കയറിയിരുന്നു. ആദിക തന്നെ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ അവളെ നോക്കാതെ ബൈക്ക് സ്റ്റാർട്ടാക്കി പോയി. ആദ്യ റൗണ്ടല്ലേ ആയിട്ടുള്ളൂ, ഇനിയും കുറെ റൗണ്ടുകൾ ഉണ്ടല്ലോ. അതു നീ വിഷമിക്കാതെ. ആ ഗോപിക തെണ്ടി, സോറി, നിന്റെ ചേച്ചിയെ തെണ്ടിയെന്ന് വിളിച്ചത് നിനക്ക് വിഷമമുണ്ടോ? ഏയ് ഇല്ല, നീ വിളിച്ചോ. ഓക്കെ. ആ തെണ്ടി കാരണമാ എൻ്റെ ഏട്ടൻ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്. എൻ്റെ ഏട്ടൻ പാവമാതു. പാവക്ക് തന്നെ, പക്ഷെ ചില നേരത്ത് തന്നെ ചെകുത്താനായിരിക്കും. അതൊക്കെ മാറ്റാം. നിനക്ക് പാചകം ചെയ്യാൻ അറിയോ? ആ അറിയാം. എന്നാ അതെടുത്ത് കുക്കിംഗ് ആവാം. നീ കേട്ടിട്ടില്ലേ, ഭാര്യമാർ സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്ന ഫുഡ് ഭർത്താവ് ആസ്വദിച്ച് കഴിക്കുന്നത്? അപ്പോൾ അടുത്തുള്ള സെക്ഷൻ അടുക്കള. ഉച്ചയായപ്പോഴേക്കും ആദ്യം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു. അൻസിക ഇത് ഉണ്ടാക്കിയത് ഓക്കെ, പക്ഷെ കഴിക്കാൻ ആൾ വേണ്ടേ? നീ സ്റ്റേഷനിലേക്ക് പോകണം. അയ്യോ എന്താ? അത് പിന്നെ നീ പോയാൽ മതി. അതെന്താ നിനക്ക് പോയാ? ഞാൻ വീട്ടിൻ്റെ ഭാര്യയല്ല, അനിയത്തിയാണ്. നീയാണ് ഭാര്യ. അതുകൊണ്ട് നീ തന്നെ പോകണം. അതിനെനിക്ക് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു തരാം. ശരണണ്ണനെ അറിയാം. നീ റെഡിയായി വാ. ആദ്യ റൂമിലേക്ക് ചെന്ന് നല്ലൊരു ചുരിദാർ എടുത്തിട്ടു. മുടിയെല്ലാം മടഞ്ഞ് മുന്നിലേക്ക് ഇട്ടു. സിന്ദൂരം നീട്ടി വരച്ചു. അവൾക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ നല്ല പേടി തോന്നി. എന്നാൽ വിഹാൻ ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. ശരവണൻ്റെ കൂടെ അവൾ തനിച്ച് വിഹാൻ്റെ സ്റ്റേഷനിലേക്ക് പോയി. അണാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അവൾ സ്റ്റേഷനിലേക്ക് നടന്നു. ആരാ? കോൺസ്റ്റബിൾ ചോദിച്ചു. വിഹാനേട്ടനില്ലേ? ഉണ്ട്. ആദ്യം വന്നെന്ന് പറയൂ. ഞാൻ വിഹാൻ സാറിൻ്റെ വൈഫാണ്. ഓക്കെ മാഡം. സാർ, മാഡം സാറിനെ കാണുമെന്ന് പറഞ്ഞു. ഏത് മാഡം? ആദിക മാഡം. അവളെന്തിനാ എവിടേക്ക് വന്നേ? നീ ഞാൻ തിരക്കിലാണെന്ന് പറ. ഓക്കെ സാർ, തിരക്കിലാണ് മാഡം. ആണോ? എന്നീ ഫുഡൊന്നേ വിഹാനേട്ടന് കൊടുക്കൂ. ആ മാഡം. സാർ വീണ്ടും എന്താടോ? അത് മാഡം ഇത് സാറിന് തരാൻ പറഞ്ഞു. ഓ ഇവളെ കൊണ്ട് അവിടെ വെച്ച് പോ. ഓക്കെ സാർ. നന്നായി വിശന്നതും വിഹാൻ ആദിക ഉണ്ടാക്കി പൊതി അഴിച്ചു. ചൂട് ചോറും സാമ്പാറും നെയ്മീനും മുട്ടയും ചുട്ടരച്ച ചമ്മന്തിയും കണ്ട് അവൻ്റെ കണ്ണ് വിടർന്നു. അവനേറെ ഇഷ്ടമുള്ള വിഭവങ്ങളായിരുന്നു അവയെല്ലാം. വിഹാൻ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ അവൻ ആഹാരത്തെ മൊത്തം ആസ്വദിച്ച് കഴിച്ചു. ആദിക വീട്ടിലെത്തിയതും ഉമ്മർത്ത് തന്നെ അപ്പച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടടി പോയി, നിനക്ക് തോന്നുമ്പോൾ പോവാനും വരാനും. ഇത് നിന്റെ ആ ഗ്രാമത്തിലെ തുക്കട വീടല്ല. ഹരിനന്ദനത്തിൽ കയറി വരുന്ന മരുമക്കൾ മുതിർന്ന് പറയുന്ന കേൾക്കണം. നീ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചേ? തലയും തത്തി നിൽക്കാതെ പറയുന്നുണ്ട് നീ. അത് പിന്നെ ഞാൻ നിനക്കെന്താ വിക്കുണ്ടോ? പറടി. നീ എൻ്റെ വിഹാൻ മോനെ പഠിച്ചിട്ട് കാമുവിൻ്റെ വീട്ടിലേക്ക് പോയതാണോ? അല്ല, പറയാൻ പറ്റില്ല. നിന്റെ ചേച്ചി കല്യാണ തലേന്ന് സ്വർണം വീടിൻ്റെ ആധാരം എടുത്ത് പോയതല്ലേ. നീയും അങ്ങനെ പോവില്ലെന്ന് എന്താ സംശയം? അൻസിക സിറ്റ് ഔട്ടിലേക്ക് വന്നതും അപ്പച്ചി ആദിക എന്തൊക്കെയോ ചീത്ത പറയുന്നതാണ് കേട്ടത്. ആദികയാണെങ്കിൽ എല്ലാം കേട്ട് തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. അത് കണ്ടതും അൻസിക്ക് ആദികയോട് പാവം തോന്നി. ഞാൻ ഇത്ര നേരം വായിട്ടയച്ചത് നീ കേട്ടില്ലടി. നീ എങ്ങോട്ടാണ് പോയത്? അത് ഞാൻ പറയാം. ഏട്ടൻ്റെ അടുത്തേക്കാണ് അത് പോയത്. ഏട്ടന് ഭക്ഷണം കൊടുക്കാൻ. എന്തേ അപ്പച്ചിക്ക് എന്തിൻ്റെ കേടാണ്? അപ്പച്ചിയുടെ കാര്യം നോക്കി നടന്നോടെ. വെറുതെ ഇതിനെ മറ്റുള്ള കാര്യം നോക്കി ഇങ്ങനെ നിർത്തടി. ഞാൻ എൻ്റെ വീട്ടിലാണ് കഴിയുന്നത്. നീ അധികം ഇവളുടെ മുന്നിൽ ആളാവാൻ നോക്കൊന്നും വേണ്ട. ഇവൾ ഇന്നലെ കയറി വന്നവളാണ്. എന്നാൽ ഞാനിവിടുത്തെ ഇളയ മോളാണ്. അപ്പച്ചിയോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അൻസിക അതൊരു കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു. പെണ്ണിൻ്റെ കൈപ്പുണ്യ അപാരം തന്നെ. എനിക്കിഷ്ടമുള്ള ആഹാരം അവൾക്ക് എങ്ങനെ അറിയാം? ചിലപ്പോൾ അൻസിക പറഞ്ഞു കൊടുത്ത് കാണും. അല്ലാതെ ഇവൾക്ക് എങ്ങനെ അറിയും? എൻ്റെ ഇഷ്ടങ്ങൾ ഇവളുടെ ചേച്ചി കൂടി അറിയില്ല. എന്നിട്ടാണ് ഇവൾക്ക്. വിഹാനൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് കൈ കഴുകാൻ എണീറ്റു. അൻസിക വാതിൽ കുറ്റിയിട്ട് ആദികയുടെ അടുത്തിരുന്നു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞതും അപ്പച്ചോടൊന്നും പറയാൻ നിന്നത് ശരിയായില്ല. അൻസിക, എനിക്ക് പറ്റുന്നില്ലടാ.
ഞാൻ ഇതുവരെ ആയിട്ടും ആരുടെ ഇങ്ങനെ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. ഹൻസിക ആദികയുടെ മുഖമുയർത്തി പിടിച്ചു. അവൾക്ക് ആദിയോട് പാവം തോന്നി. ശരി, നീയൊന്നും പറയണ്ട, നിന്റെ പകരക്കാരിയായി ഞാൻ പറഞ്ഞോളാം പോരെ. ഞാനേ വീരശൂര പരാക്രമിയാണ്. അതേ മോളെ, ഇവള് ക്രമിയല്ല ക്രിമിയാണ്. രണ്ടുപേരും മുന്നിലേക്ക് നോക്കി. ഹൻസിക അവനെ കണ്ടതും മുഖം വീർപ്പിച്ചു വെച്ചു. ആദികയ്ക്കാളെ മനസ്സിലായിരുന്നില്ല. ആദിക എൻ്റെ പ്രിയമിത്രത്തിൻ്റെ ഭാര്യ. ഞാൻ ഇന്നലെയായിരുന്നു അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് വന്നത്. എൻ്റെ പേര് വിൻസൻ. മോൾക്ക് ഞാൻ പറയുന്നതിൽ വിരോധമൊന്നും തോന്നില്ലേ? നിന്റെ ചേച്ചിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. കാരണം എനിക്ക് നല്ല പോലെ അറിയാമായിരുന്നു അവളുടെ ദുഷിച്ച മനസ്സ്. ഗോപിക ഇവൻ്റെ പണം മാത്രമാണ് മോഹിച്ചിട്ടുള്ളത്. പക്ഷേ ഇവൻ്റെ പേരിലേക്ക് അരുണങ്ങൾ എഴുതാത്തത് കൊണ്ട് തന്നെ അവൾ കല്യാണ തലേ ദിവസം തന്നെ ഓടിച്ചോടിപ്പോയി. വിൻസൻ പറഞ്ഞതും ആദിക തലതായെത്തി. അപ്പോഴും ഹൻസിക വിൻസനോട് ഒന്നും മിണ്ടിയിരുന്നില്ല. ആദികമോളെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഗോപിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. മോളെ അവന് വിവാഹം കഴിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ മോളെയാണ് അവന് വിധിച്ചത്. അത് കർത്താവിൻ്റെ തീരുമാനമാണ്. ഞാൻ വിവാഹനെ കാണാൻ വന്നതാണ് മോളെ. അവനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. വിദ്യാപ്പച്ചി എനിക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ അത് കുടിച്ചേച്ചും വരാം. വിൻസൻ പോകുമ്പോൾ ഹൻസികയെ നോക്കിയാണ് പോയത്. എന്നാൽ അവൾ അവനെ നോക്കുക പോലും ചെയ്തില്ല. എന്താ ഹൻസി, നീ എന്താ എന്നോട് മിണ്ടാ നിന്ന്? അതോ വിൻസനെ ചായ, ഞാൻ ചെറിയ സൗന്ദര്യ പിണക്കം. ഈ ചായ ഞാൻ നാട്ടിലേക്ക് വന്ന സമയം പുറത്തേക്ക് പോകാൻ വിളിച്ചിരുന്നു. എന്നാൽ ഞാൻ പോയില്ല. അതിൻ്റെ പരുവത്തിലാണ് ആളിപ്പോഴും. ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. അതോ നീ ഡിഗ്രി കംപ്ലീറ്റ് ആകുന്നില്ലേ? ഉണ്ടടാ, പക്ഷെ വിവാഹനേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. നീ എന്നോട് ചോദിക്കും. ഞാനൊന്നും ചോദിക്കില്ല, എനിക്ക് പേടിയാ. എടി നിനക്കെന്താ എൻ്റെ ഏട്ടന് ഇത്ര പേടി? ഏട്ടൻ പോലീസ് ആയതുകൊണ്ടാണോ? എടി ആദു, എൻ്റെ ഏട്ടൻ പോലീസാണെങ്കിലും പാവമാ. ഓക്കെ, നിനക്ക് പറയാൻ പേടിയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഈ വർഷം നമ്മുടെ കോളേജിൽ ചേരുന്നുണ്ട്. നീ അവിടെ ചേർന്നു. നിനക്കുള്ള അഡ്മിഷൻ ഞാൻ ഏട്ടനോട് എടുക്കാൻ പറയാം. ഇതൊക്കെ നടക്കുമോ ആദു? ഞാൻ പറഞ്ഞ എൻ്റെ ഏട്ടൻ സമ്മതിക്കും. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയതുപോലെ ഉണ്ട്. വിദ്യാമ്മച്ചി ചായ ഉണ്ടാക്കിയത് എന്തൊരു ടേസ്റ്റാണെന്നറിയൂ. വിദ്യ ഒന്ന് പുഞ്ചിരിച്ചു. വിൻസൻ ചായ കുടിച്ച ശേഷം ചായ കപ്പ് കഴുകി വെച്ച് പുറത്തേക്ക് നടന്നു. അവനോട് കഴുകി വെക്കല്ലെന്ന് പറഞ്ഞാലും അവൻ അത് ചെയ്യും. വിൻസൻ ഉമ്മറത്തേക്ക് നടന്നു. അപ്പച്ചി ഉച്ചമയക്കത്തിലാണ്. ഇനി 7 മണിക്ക് ആളെ പ്രതീക്ഷ മതി. പുറത്ത് നല്ല മഴയുണ്ട്. വിൻസൻ മഴ പെയ്യുന്ന നോക്കി നിന്നു. അപ്പോഴാണ് കൊലുസിൻ്റെ സൗണ്ട് അവൻ കേട്ടത്. പിറകിലേക്ക് നോക്കിയപ്പോൾ ആദികയും ഹൻസികയും ആയിരുന്നു. വിൻസൻ ഹൻസികയെ നോക്കി. അവൾ അപ്പോഴും അവനെ നോക്കാതെ മറ്റെവിടെയോ നോക്കി നിൽക്കുക. അവളുടെ മുഖഭാവം കണ്ടതും അവന് ചിരി വന്നു. ആ വിൻസൻ, നീ എപ്പോൾ വന്നു? വിവാൻ ഷൂസ് അയച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുറച്ച് നേരെ വന്നിട്ട്. ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പെങ്ങളെ ഇപ്പോൾ വരാട്ടോ. റൂമിലെത്തിയിട്ടും വിൻസനൊന്നും പറയാൻ നിൽക്കുന്ന കണ്ടതും വിഹാന് ദേഷ്യം വന്നു. എന്താടാ നീ ഒന്നും പറയാത്ത? നിന്നോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ അന്നേ പറഞ്ഞു ആ ഗോപിയെ നിന്നെ ചതിക്കെന്ന്. പക്ഷെ നീ വിശ്വസിച്ചില്ല. ഇപ്പോഴും അവൾ ഫ്രോഡാണ്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആ ഗോപിക ഇപ്പോഴും മനസ്സിൽ സ്നേഹിക്കുന്നുണ്ടോ? നോ, ഇല്ല. അവളെ എനിക്ക് വെറുപ്പാ. അവളെ ഇനി ഞാൻ സ്നേഹിക്കില്ല. അവളെന്നല്ല, അവളുടെ അനിയത്തിയെയും. അവളുടെ അനിയത്തിയല്ലേ? അപ്പോൾ ആ ആദികയും വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു.